ഹായ് ഓൾ, മ്യൂച്വൽ ഫണ്ട് സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ NAV കുറിച്ച് ഡിസ്കസ് ചെയ്തു. NAV കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമായിരുന്നു, നമ്മൾ ഷെയർ മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത്, ഷെയർ മാർക്കറ്റിൽ നമ്മളൊരു കമ്പനിയുടെ ഷെയർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഷെയർ പ്രൈസിനെ കുറിച്ചായിരിക്കും. സോ ആ ഷെയർ പ്രൈസിന് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു മ്യൂച്വൽ ഫണ്ടിൽ യൂണിറ്റ് പ്രൈസ് അഥവാ NAV എന്ന് പറയുന്നത്. ഒരു ഫണ്ട് സ്കീം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഫണ്ട് സ്കീമിൻ്റെ ഒരു യൂണിറ്റിൻ്റെ പ്രൈസാണ് NAV, നെറ്റ് അസറ്റ് വാല്യൂ പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ ഈ ഷെയർ പ്രൈസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കുന്ന കമ്പനി അത് എത്രത്തോളം വലിയ കമ്പനിയാണ്, അത് ഒരു 20,000 crore മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു ലാർജ് ക്യാപ് കമ്പനിയാണോ, അതൊരു 5,000 crore താഴെയുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണോ. സോ ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് വളരെ സിമിലർ ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലുള്ള ഒരു മെഷറാണ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയുടെ ഹോൾഡിങ്സ്, അതായത് ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിങ്സിന്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് ഇതിൽ എക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന്റെ വാല്യൂ വരാം, അതുപോലെ തന്നെ ഇവരുടെ ക്യാഷ് റിസർവിന്റെ വാല്യൂ വരാം, അതുപോലെ ഈവൻ ബാങ്ക് ഡെപ്പോസിറ്റ് പോലും, ഈ ഫണ്ട് ഹൗസിന്റെ ബാങ്ക് ഡെപ്പോസിറ്റ് പോലും നമ്മൾ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് ചെയ്യാറുണ്ട്. സോ ഈ അസറ്റ് അണ്ടർ മാനേജ്മെന്റും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള നെറ്റ് അസറ്റ് വാല്യൂയും വളരെ കോറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് മെഷേഴ്സാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നെറ്റ് അസറ്റ് വാല്യൂവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ് മൈനസ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഇഷ്യൂഡ്, അല്ലേ. സോ ഈ അസറ്റിന്റെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഈ അസറ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് യൂണിറ്റിന്റെ പ്രൈസും ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ NFOയിലെല്ലാം, ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും NFOയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ NFO ഒരു 10 rupees ആയിരിക്കാം ലോഞ്ച് ചെയ്തിട്ടുണ്ടാവുക. NFO ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റും വളരെ കുറവായിരിക്കും. സോ അതിൻ്റെ യൂണിറ്റ് പ്രൈസും വളരെ കുറവായിരിക്കും. പക്ഷേ പിന്നീട് അതിൻ്റെ ഫണ്ട് മാനേജർ സ്കില്ലായിട്ടുള്ള ഒരാളാണെങ്കിൽ, അവർക്ക് ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആ ഫണ്ട് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ അസറ്റിനെ അട്രാക്ട് ചെയ്യും, അതായത് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വരും. അങ്ങനെ വീണ്ടും അതിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ കൂടി അതൊരു ബിഗർ സൈസായിട്ടുള്ള ഒരു ഫണ്ട് ഹൗസ് കമ്പനിയായിട്ട് മാറും, ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയായിട്ട് മാറും. സോ ഇങ്ങനെയാണ് ഒരു കമ്പനിക്ക്, ഒരു ഫണ്ട് ഹൗസിന് ഒരു ബിഗർ AUM ഉണ്ടാകുന്നത്. അതായത് ഒരു കമ്പനി ഓൾറെഡി റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് അട്രാക്ട് ആയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ കമ്പനിക്ക് ഒരു ബിഗർ AUM ജനറേറ്റ് ചെയ്യും. സോ നിങ്ങൾ ഒരു കമ്പനി സെലക്ട് ചെയ്യുന്നതിന് മുമ്പ്, ഒരു ഫണ്ട് ഹൗസ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മെഷർ തന്നെയാണ് AUM എന്ന് പറയുന്നത്. സോ AUM ആസസ് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസ് ആണ്. ഞാൻ നേരത്തെ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കമ്പനി ഓൾറെഡി അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ഒത്തിരി റിട്ടേൺസ് കൊടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാവാൻ വളരെ പ്രോബബിലിറ്റി ഉണ്ട്. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കൂടുതലുള്ളത് പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് അവരുടെ AUM എത്രത്തോളം വലുതാണോ അത്രത്തോളം ഫണ്ട് മാനേജറുടെ എക്സ്പീരിയൻസ്, അതുപോലെ ഫണ്ട് മാനേജറുടെ സ്കിൽ, ക്വാളിറ്റി ഓഫ് ഫണ്ട്, ഇതിനെല്ലാം അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. സോ ഈ AUM കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻസ് റേഷ്യോയും കൂടും. അതായത് ഒരു ബിഗർ സൈസുള്ള ഫണ്ട് ഹാൻഡിൽ ചെയ്യാൻ അതിനനുസരിച്ചുള്ള എഫേർട്ടും കാര്യങ്ങളും ആവശ്യമാണ്. സോ അതിനനുസരിച്ച് അവർ എക്സ്പെൻസ് റേഷ്യോയും ഇൻക്രീസ് ചെയ്യാറുണ്ട്. സോ ഈ AUM, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എപ്പോഴും കൂടുതലുള്ളത് നല്ലതാണ്. നമ്മളിപ്പോൾ ഒരു ഡെറ്റ് ഫണ്ടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിലൊരു ഹയർ ക്യാപിറ്റൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതിൻ്റെ എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആകും, അതുപോലെ തന്നെ എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിക്സഡ് കോസ്റ്റും കുറയും. പക്ഷെ നമ്മളൊരു എക്വിറ്റി ഫണ്ടിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത്, നമ്മളെല്ലാവരും എക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എക്വിറ്റി ഫണ്ടിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് AUMന് വലിയ റോളൊന്നും പ്ലേ ചെയ്യാനില്ല, ലെസ് ഇമ്പോർട്ടൻ്റ് ആണുള്ളത്. എക്വിറ്റി ഫണ്ടിന്റെ കേസിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് അതിലുള്ള ഫണ്ട് മാനേജറിന്റെ സ്കില്ലും അതുപോലെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസുമാണ്. സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ
AUMന് ചെറിയൊരു റോളുണ്ട്. അതായത് സ്മോൾ ക്യാപ് കമ്പനികളിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അസറ്റ് റീഅലോക്കേഷൻ എല്ലാം ചെയ്യേണ്ടി വരും. ഫണ്ട് മാനേജറുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു കമ്പനി പെർഫോം ചെയ്യാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ അസറ്റ് റീഅലോക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ പോർട്ട്ഫോളിയോ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കണം. അതിന് വലിയ സൈസ് ഓഫ് ഫണ്ട് ഉള്ളത് ഒരു തടസ്സം തന്നെയാണ്. സോ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എപ്പോഴും സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ കാര്യത്തിൽ കൂടിയിരിക്കുന്നതാണ് ബെറ്റർ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്.